ഹലോ കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ നമുക്ക് പാലപ്പം ഉണ്ടാക്കാനായിട്ടാണ്. അതിന് പച്ചരി 2 മണിക്കൂർ മുന്നേ കുതിർത്തി വെച്ചതാട്ടോ. അത് നമുക്ക് അരയ്ക്കാമെന്ന്. ഇത് നമ്മൾ നന്നായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് ഈ ഗ്ലാസിൻ്റെ 3 ഗ്ലാസ് പച്ചരി എടുത്ത കേട്ടോ. അപ്പോൾ അത് നമുക്ക് 1 ഗ്ലാസ് ചോറെടുത്തു. അതിന് വേണ്ടിയിട്ടുള്ള ആ ചോറ് നമുക്ക് അരയ്ക്കാം. അതിൻ്റെ കൂടെ 1 ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയും കൂടി ഇടാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് അരച്ച് മാവിൻ്റെ കൂടെ ഒഴിക്കാം. അതിൻ്റെ ആ തേങ്ങാവെള്ളമാണ് ഇത്. ആ തേങ്ങാവെള്ളം കൂടെ ഞാൻ ഒഴിക്കുക കേട്ടോ. അത് 1 സ്പൂൺ പഞ്ചസാര, ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ അരച്ചെടുത്തു കേട്ടോ. അത് നമ്മൾ ഈ മാവിൻ്റെ കൂടെ ഒഴിക്കുക. അല്പം പുളിമാവ് കേട്ടോ, 1 സ്പൂൺ. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇതിപ്പോൾ രാവിലെ ആയിട്ടോ നമ്മുടെ മാവ് നോക്കി നല്ല വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമ്മൾ ഉപ്പിട്ടു, ലേശം സോഡാപ്പൊടിയും കൂടെ നമ്മൾ അതിലോട്ട് ചേർക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇതേ നമുക്ക് ഇളക്കി വെച്ച മാവ് നമ്മൾ അപ്പച്ചട്ടിയിലോട്ട് ഒഴിക്കുക കേട്ടോ. ചട്ടിയിലോട്ട് ഈ നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് നമ്മൾ എണ്ണ തൂക്കണ്ട കേട്ടോ. എണ്ണ തൂത്താൽ അത് മാവ് ചുരുണ്ടു വരികയുള്ളേ. നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ കടലക്കറി ഞാൻ പിന്നീട് ഇടാം കേട്ടോ. ടാറ്റാ.